ഇനിയിപ്പോ ഈ കൊച്ചു നമ്മുടെ പ്ലാൻ സമ്മതിക്കാതെ വരൂ. വായിൽ നാക്കല്ലേ കിടക്കുന്നെ, അടിച്ചിടണം. അശ്വതി, ഞങ്ങളും മനസ്സിലായോ? നല്ല കഥ. പഞ്ചരത്നത്തിലെ ഇരട്ടകളെ ഈ നാട്ടിൽ ആർക്കാ അറിയാത്തത്? നിങ്ങളെന്താ ഇവിടെ? സാധാരണ നിങ്ങൾ അമ്പലത്തിലൊന്നും കാണുന്നതല്ലോ. ഞങ്ങൾ അശ്വതിയെ കാണാനായി ഇവിടെ കാത്തു നിൽക്കുമായിരുന്നു. എന്നെ കാണാനോ? അതെന്തിന്? അത് പിന്നെ അമൃതേച്ചിയുടെ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യം അബിയേട്ടൻ അശ്വതിയോട് പറഞ്ഞില്ലേ? ആ, അതേട്ടൻ പറഞ്ഞായിരുന്നു. അതിന് ക്ഷണിക്കാനാണോ നിങ്ങൾ ഇവിടെ കാത്തു നിന്നത്? അതൊരു കാര്യം. അത് മാത്രമല്ല, അന്ന് ആ ബർത്ത്ഡേ പാർട്ടിയുടെ ദിവസം അബിയേട്ടന്റെ അമൃതേച്ചിയുടെയും എൻഗേജ്മെന്റ് നടത്താനാ ഞങ്ങളുടെ പ്ലാൻ. എൻഗേജ്മെന്റോ? അതിന്റെ കാര്യമൊന്നും ആരും പറഞ്ഞില്ലല്ലോ. ഇതിപ്പോ വീട്ടുകാരറിഞ്ഞുകൊണ്ടുള്ള ഒരു എൻഗേജ്മെന്റ് അല്ല. പിന്നെ ഒരു റിംഗ് എക്സ്ചേഞ്ച് നമ്മുടെ വക. അത് വളരെ സർപ്രൈസ് ആയി നമ്മൾ അവിടെ ചെയ്യുന്നു. എങ്ങനെയുണ്ടാവും? എന്താ അശ്വതിയുടെ അഭിപ്രായം? പണിയാണല്ലേ? വെറും പണിയല്ല, 8ന്റെ പണി. അയ്യോ, ഇത്തരം പരിപാടിക്കൊന്നും എനിക്ക് ധൈര്യമില്ല. അതെന്താ? ഇതും കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെയല്ലേ ചെല്ലേണ്ടത്. ഏട്ടൻ എനിക്ക് നല്ല പെട തരും. അപ്പൊ ഈ നിങ്ങൾ ആരും എന്റെ കൂടെ കാണില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അശ്വതിക്ക് അഭിയേട്ടന്റെ കല്യാണം പെട്ടെന്ന് നടന്നു കാണണമെന്ന് ആഗ്രഹമില്ലേ? നല്ല ആഗ്രഹമുണ്ട്. അതിനാണല്ലോ ഞാൻ എല്ലാ ദിവസവും ഈ അമ്പലത്തില് കൃഷ്ണന് വഴിപാടും പ്രാർത്ഥനയും നടത്തുന്നത്. അതെ, അതാണ് പോയിന്റ്. അതേ ആഗ്രഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമൃതേച്ചിയുടെ കാര്യത്തിലുണ്ട്. ഞങ്ങളുടെ ആഗ്രഹവും അശ്വതിയുടെ ആഗ്രഹവും ഒരുമിച്ച് നടക്കണമെങ്കിൽ നമ്മൾ ഈ റിംഗ് എക്സ്ചേഞ്ച് എത്രയും പെട്ടെന്ന് നടത്തി അവരെ പൂട്ടണം. അത് നടക്കണമെങ്കിൽ ഞങ്ങൾക്ക് അശ്വതിയുടെ ഒരു സഹായം ആവശ്യമുണ്ട്. എന്ത് സഹായോ? എന്ത് സഹായം? വേറൊന്നുമല്ല, അഭിയേട്ടന്റെ മോതിരത്തിന്റെ അളവ് എത്രയാന്ന് അശ്വതിക്ക് അറിയാവോ? ഏട്ടൻ അങ്ങനെ മോതിരം ഇടാറില്ല, അതുകൊണ്ട് എന്നെ അളവും അറിയില്ല. അങ്ങനെയാണെങ്കിൽ അശ്വതി ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണം. ഞങ്ങൾ പല വലുപ്പത്തിലുള്ള 3 മോതിരങ്ങൾ അശ്വതിക്ക് തരും. അശ്വതി അത് കൊണ്ടുപോയി ഏട്ടന്റെ വിരലിലിട്ട് നോക്കിയിട്ട് അതിലേതാണ് പാകാവണേന്ന് ഞങ്ങളോട് പറയണം. എന്റെ കൃഷ്ണ, ഞാൻ പെട്ടല്ലോ. ഒരു പെടലും ഇല്ല. ഇതാണ് ആ 3 മോതിരം. ഇത് കൊണ്ടുപോയി അളവ് നോക്കിയിട്ട് വാ. ഞാൻ എന്തു പറഞ്ഞ അളവെടുക്കും? അതിനൊക്കെ വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പ്ലാനൊക്കെ കൊള്ളാം, പക്ഷേ എന്റെ കയ്യിൽ നിൽക്കുമെന്നാ പേടി. ഒരു പേടി വേണ്ട, അശ്വതിക്ക് ഇത് ചെയ്യാൻ പറ്റും. അഭിയേട്ടന്റെ കല്യാണം മാത്രം അശ്വതി മനസ്സിൽ കണ്ടാ മതി. അത് നടത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ നമ്പർ പിടിക്ക. ഇതിനകത്ത് 3 മോതിരം ഉണ്ട്. ഓക്കെ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ. വല്ലതും നടക്കുവോ? നീ നോക്കിക്കോ, അവൾ ഇത് നടത്തിയെടുക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.